ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അത് എന്ത് കാര്യവും ആയിക്കോട്ടെ, അത് ഒന്നുകൂടി സ്പീഡപ്പ് ആക്കാൻ, പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് അയച്ചു കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമാജിനേഷൻ പവറാണ്. നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ജോസഫ് മർഫി അഥവാ ഈ ഉപബോധ മനസ്സിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി പഠനങ്ങൾ നടത്തുകയും ഒത്തിരി പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റിയിൽ മനസ്സിലാകും, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഫീൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത്. ഒത്തിരി എക്സ്പീരിയൻസസ് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്നു, ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം അതിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു പവർ നമുക്കുണ്ട്, ഇമാജിനേഷൻ പവർ. നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട്, ഒരു തവണ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിൽ സംഭവിക്കുകയും ചെയ്യും. ആ പവർ നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്ത് വലിയ സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ. അല്ലാത്ത ആളുകളൊക്കെ ലോജിക്കിൻ്റെ പുറകെയാണ്. അപ്പോൾ അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സക്സസ് മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റിയൽ പവർ ഉപയോഗിക്കുക, ഇമാജിനേഷൻ പവർ, അതാണ് ഫസ്റ്റ് വൺ. അത് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വെറുതെ അഫർമേഷൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഈ പവർ കൂടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത്, നമ്മുടെ ബെഡ് ടൈം ഉണ്ടല്ലോ, അഥവാ സ്ലീപ്പിങ്ങിലോട്ട് പോകുന്ന ആ ഒരു സമയം, അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആക്സസ് കിട്ടുന്നൊരു ടൈമാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കടത്തിവിടാനായിട്ട് പറ്റും. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വിഷ്വലൈസേഷനും അഫർമേഷൻ ചെയ്യുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സ്പീഡപ്പായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ടേൺ അപ്പ് ദ ഇൻറ്റൻസിറ്റി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം മനസ്സിൽ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഫേം ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അതെന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലൊരു ഇമാജിനേഷൻ വരണം. അതിന് മാക്സിമം ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അഫർമേഷൻ ആണെങ്കിൽ അങ്ങനെ അല്ല, ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. എന്താണ്, എവിടെയാണ്, അത് ആ സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഫീൽ എന്തായിരിക്കും, ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീട് എങ്ങനെയുള്ള വീടാണ്, ആ വീട് എത്ര സ്ക്വയർ ഫീറ്റാണ്, ആ വീട്ടിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ എവിടെ ഇരിക്കുന്നത്, നമ്മൾ ആ വീട്ടിൽ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇമാജിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ടേൺ അപ്പ് ദ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ എപ്പോഴാണ് ഇമാജിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടൈമിങ് ഫിക്സ് ചെയ്യുക. നൈറ്റ് തന്നെ ബിഫോർ സ്ലീപ്പ് ഫിക്സ് ചെയ്യുക. എല്ലാ ദിവസവും അതേ സമയം ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളത്. പല ആളുകൾക്കും ഒത്തിരി ബ്ലോക്കുകൾ ഉണ്ടാവും. എസ്പെഷ്യലി ഞാൻ കണ്ടുവരുന്നത് റിലേഷൻഷിപ്പിലാണ് പലർക്കും കൂടുതലായിട്ടും പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ, നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ പ്രോബ്ലംസ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നിങ്ങൾ കണ്ണിൽ കണ്ടത്, നിങ്ങൾ അനുഭവിച്ചത്, കേട്ടത്, നിങ്ങൾ ജനിച്ചു വളർന്ന്
വരുന്ന സമയത്ത് 0 to 8 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ്, അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറകിലെ റീസൺ. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട് നമുക്ക്, ലവ് മാസ്റ്ററി എന്ന് പറയുന്ന. അപ്പോൾ ആ ഒരു പ്രോപ്പർ കോഴ്സിലോട്ട് നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരുപാട് അഫർമേഷൻസ് ഉണ്ട്, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റീപ്രോഗ്രാമിംഗ് പ്രോസസ്സ് അവിടെ നടക്കും. റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിലാണ് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഗോൾസ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോട്ട് മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. അവിടെ നമ്മുടെ തോട്ട്സിനെ മൊത്തം റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കും. 31 ദിവസത്തെ ക്ലാസ്സാണ് അത് വരുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ആണ്, ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഓൾ ഏരിയാസിൽ നടക്കും. തോട്ട് മാസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട്, അഥവാ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഹെൽപ്പിനും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഹെൽപ്പ് എന്നൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.